ക്രൂരപീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെയും ബ്രദർ CB വടവനെയും തൊടാൻ ഭയന്ന് പോലീസ്. എലോഹിം ഗ്ലോബൽ വേർഷിപ്പ് സെന്ററിലെയും തിരുവല്ല സത്യം മിനിസ്ട്രീസിലെയും നിയമലംഘനങ്ങൾ പുറത്തു വന്നിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് വിലസുകയാണ് ഈ ക്രിമിനലുകൾ. അതേസമയം ഇരുവർക്കുമെതിരെ വാർത്ത നൽകിയ ജനൻ TVക്കെതിരെ വ്യാജ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവരുടെ അനുയായികൾ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുൽ, നോക്കൂ, ഈ വാർത്ത കൊടുത്തിട്ട് ബിനു വാഴമുട്ടത്തിൻ്റെ ഈ തട്ടിപ്പ് മാത്രമല്ല, എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ മറവിൽ നടത്തുന്ന ആ വൃദ്ധസദനത്തിലെ അന്തേവാസികളോടുള്ള പീഡനം, ക്രൂരത, ഇതൊക്കെ ജനൻ TV പുറത്തുവിട്ട് ഏകദേശം 1 മാസം ആകാൻ ഇരിക്കുന്നു. ഇപ്പോഴും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല. വളരെ വ്യക്തമാണ്. കാരണം നേരത്തെ തന്നെ ഈ ബിനു വാഴമുട്ടത്തിൻ്റെ ഒരു സഹായി പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിടിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്തനംതിട്ട SHOയെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞതാണ്. സ്വാഭാവികമായും സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വമേധയാ പോലീസിന് കേസെടുക്കാം, എന്നിട്ടും സ്വമേധയാ പോലീസ് കേസെടുത്തില്ല. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഈ ബിനു വാഴമുട്ടം ഭദ്രകാളിയെ അധിക്ഷേപിച്ചു. ക്ലിയർ കട്ട് കേസാണ്. പക്ഷേ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ഒരു ഭാഗത്ത് പോലീസിൻ്റെ അനങ്ങാപ്പാറ നയം, മറുഭാഗത്ത് ബിനു വാഴമുട്ടം ജനൻ TVയെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു, പൗരസമൂഹത്തെ വെല്ലുവിളിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ. അതായത് നിരവധി പരാതികൾ, ആ ബാലവേല അടക്കമുള്ള ആരോപണങ്ങൾ ഇയാളുടെ സ്നേഹത്തണൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ബിനു വാഴമുട്ടത്തിനെതിരെ അയാളെ പ്രതി ചേർത്തുകൊണ്ട് പല പരാതികൾ പത്തനംതിട്ട പോലീസിന് ലഭിച്ചിരുന്നതാണ്. അതിൽ വധശ്രമമുണ്ട്, വധഭീഷണിയുണ്ട്, ലൈംഗിക അതിക്രമണമുണ്ട്, മതസ്പർദ്ധ വളർത്തലുണ്ട്, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല പരാതികൾ പത്തനംതിട്ട പോലീസിൽ എത്തിച്ചേർന്നിട്ടും ആഴ്ചകൾ പിന്നിട്ടിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പത്തനംതിട്ടയിലെ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത. പ്രത്യേകിച്ച് പോലീസിന് മുകളിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. കേസെടുക്കാൻ ഒക്കെ നിയമപരമായിട്ട് സാധുതയുള്ള വിഷയങ്ങളാണ് എന്ന് പോലീസ് തന്നെ അനുമാനത്തിലെത്തിയിട്ടും പക്ഷേ അവരെ കൊണ്ട് ബിനുവിനെതിരായിട്ട് FIR ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല പോലീസുകാരും നമ്മളോട് സ്വകാര്യമായിട്ട് ഈ കാര്യങ്ങളിൽ വ്യക്തത നൽകിയിരിക്കുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് അവർക്ക് വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട് ബിനുവിനെ സംരക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് പോലീസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും കേസെടുക്കാനായിട്ട് പോലീസിന് സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം വ്യക്തിപരമായിട്ട് നിരവധി പരാതികൾ, പ്രത്യേകിച്ച് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരയ്ക്ക് നേരെ ആതിരയെ 2 ദിവസത്തിനുള്ളിൽ വെള്ള പുതപ്പിച്ച് കിടത്തും എന്നുള്ള രീതിയിൽ പാസ്റ്ററുടെ അനുകൂലികൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണി മുഴക്കി. അതോടൊപ്പം തന്നെ മറ്റ് പല വ്യക്തികൾക്കെതിരെയും ഇയാൾക്ക് നേരെ ശബ്ദിച്ചിട്ടുള്ള പല വ്യക്തികൾക്ക് നേരെയും ഈ രീതിയിൽ വധഭീഷണി മുഴക്കി ലൈംഗിക അതിക്രമണം അടക്കമുള്ള പരാതികൾ ഇയാൾക്ക് മേൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അത്രമാത്രം കൊടിയ ഇത്തരത്തിൽ ക്രൂരതകൾ, ക്രിമിനൽ സംഭവങ്ങൾ നടത്തിയിട്ടും ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് തിരുവല്ലയിലുമുള്ളത്. തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസ് എന്ന് പറയുന്ന ആ ഒരു ക്രൈസ്തവ സ്ഥാപനം, ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമണം, പീഡനമടക്കം അതിൻ്റെ ഉടമയുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നു. ഒരു പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ തനിക്ക് നേരിട്ടിട്ടുള്ള ക്രൂര പീഡനങ്ങളെപ്പറ്റി പോലീസിന് നേരിട്ട് തെളിവടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CB വടവന എന്ന് പറയുന്ന സത്യം മിനിസ്ട്രീസിൻ്റെ ഉടമയായിട്ടുള്ള ബ്രദർ, അയാൾക്കെതിരെ തിരുവല്ല പോലീസ് FIR ഇട്ടു. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ CB വടവന എന്ന് പറയുന്ന ആൾ ഇപ്പോഴും തിരുവല്ലയിൽ വിലസി തന്നെ നടക്കുകയാണ്. അയാൾക്കെതിരെ ഒന്നും പോലീസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയാൾ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ അവിടെ വിലസി നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം ആ പെൺകുട്ടി ഏറെ നിരാശയോട് കൂടിയിട്ടാണ് നമ്മളോട് അല്പസമയം മുമ്പ് ഫോണിൽ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് പോലീസിനോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ നിരാശാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയും അവരുടെ അഭിഭാഷകരും അടക്കം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാൻ
അടക്കം ഇവർ മുൻകൂട്ടി അല്ലെങ്കിൽ തീരുമാനിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം പോലീസ് ഇങ്ങനെ നിഷ്ക്രിയത്വം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബിനു പാസ്റ്റർ ആയാലും ഈ CV വടവന ബ്രദർ ആയാലും ഇയാളൊക്കെ തന്നെ ഇവർക്കെതിരായിട്ട് വാർത്തകൾ തുടരെ നൽകിക്കൊണ്ടിരുന്ന ഇവരുടെ ചെയ്തികൾ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനൻ ടിവിക്ക് നേരെ ആക്രോശവും ഭീഷണിയും ഒക്കെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരും ഇവരുടെ അനുയായികളും ചേർന്നുകൊണ്ട്. ഒപ്പം ഇവർ ഇത്തരത്തിൽ ജനൻ ടിവിക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. എന്തായാലും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളും അതോടൊപ്പം തന്നെ പൊതുജന സമൂഹവും ഒന്നും ഈ പ്രതിഷേധങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ വ്യാജ നെറേറ്റീവുകളിൽ വീഴുകയില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇവർക്കെതിരായിട്ട് പ്രതിഷേധങ്ങളിലും പരാതികളിലും മുന്നിൽ നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ്. എന്തായാലും ഇവരുടെ ഈ വ്യാജ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാകും. എന്തായാലും പോലീസും സംസ്ഥാന ഭരണകൂടവും ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്ത് കൂടെ നിൽക്കുകയാണ്. അനിൽ നമ്പ്യാർ. ക്രൂരപീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെയും ബ്രദർ CV വടവനെയും തൊടാൻ ഭയന്ന് പോലീസ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെയും തിരുവല്ല സത്യം മിനിസ്ട്രീസിലെയും നിയമലംഘനങ്ങൾ പുറത്തു വന്നിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് വിലസുകയാണ് ഈ ക്രിമിനലുകൾ. അതേസമയം ഇരുവർക്കുമെതിരെ വാർത്ത നൽകിയ ജനൻ ടിവിക്കെതിരെ വ്യാജ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവരുടെ അനുയായികൾ. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.